ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലെമൺ ആൻഡ് സ്പൈസസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായി 700 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഫ്രോസൺ കപ്പയും 750 ഗ്രാമോളം വരുന്ന ഒരു പാക്കറ്റ് ബീഫുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് തേങ്ങ വറുത്ത് മാറ്റി വയ്ക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ബീഫ് വേവിച്ചെടുക്കാം. അതിനായി ഇതുപോലെ 2 സവാളയും 8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ബീഫ് വേവിച്ചെടുക്കാനായി ഇതുപോലെ ഒരു കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെറുതായി അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും, ഇത് കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡറും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. വളരെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് നന്നായി ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ബീഫിൻ്റെ കഷ്ണങ്ങളിൽ ഈ മസാലക്കൂട്ട് നന്നായി പിടിച്ച് കിട്ടണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കപ്പയും വേവിച്ചെടുക്കാം. ബീഫ് ഇതുപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കപ്പ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതിനായി മറ്റൊരു പാത്രം വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായും 3 ചെറിയ കഷ്ണം കറുകപ്പട്ടയും കുറച്ച് ഇടന്ന ഇലയും 2-3 ഗ്രാമ്പൂവും ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരല്പം കുറവുണ്ട്, അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 2 പിടി തേങ്ങ ചേർത്തത്. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെയും കപ്പയുടെയും അളവിനനുസരിച്ച് നോക്കിയിട്ട് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ബീഫ് വേവിച്ച കുക്കറിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് അതുകൂടി ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. വളരെ ലോ ഫ്ലെയിമിലിടണം. ഇത് ചെറിയ തീയിൽ കിടന്ന് പതുക്കെ തിളച്ച് ഗ്രേവിയൊക്കെ അല്പം ഒന്ന് കുറുകി വരണം. അപ്പോഴാണ് ഈ കഷ്ണങ്ങളിൽ മസാലയുടെ രുചി നന്നായി പിടിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം നെയ്യുള്ള ബീഫാണ് കറിയുടെ രുചി കൂട്ടുക.
ഇനി നമുക്ക് വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ കപ്പയും ബീഫുമായിട്ടൊക്കെ നന്നായിട്ട് ചേരണം. ഒരുപാട് ഉടച്ചു കൊടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് തവി കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ രുചികരമായ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.